അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇതാണ് ഇപ്പോൾ നോക്കൂ, LDFന്റെ ആണെങ്കിൽ 20 സീറ്റിലും സ്ഥാനാർത്ഥികളായി, BJP 12 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞ സമയത്ത് ഒരു 15 സിറ്റിംഗ് MP-മാരുടെ കാര്യത്തിൽ വലിയ ശുഭകരമായ വാർത്തകൾ പുറത്തു വന്നു. വലിയ കോൺഫിഡൻസ് ആ MP-മാർ പ്രകടിപ്പിച്ചു. അവർ ഒരുപക്ഷെ പലരും ഈ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്കൊക്കെ കടന്ന ഒരവസ്ഥ കൂടി നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ കനകോലുവിൻ്റെ റിപ്പോർട്ട്, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് മറിച്ചാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് കനകോലു അത്തരത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് വരും, ആരൊക്കെ മത്സരിക്കുന്നുവെന്ന് എപ്പോൾ അറിയാൻ കഴിയും? എന്തെങ്കിലും ധാരണയുണ്ടോ? നീലിമ, രാജ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നാളെയോ മറ്റന്നാളോ അല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത്രയും ഒരു വേവലാതിയുടെ ആവശ്യമില്ല. ബംഗാളിലെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല, ത്രിപുരയിലെ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ മത്സരിക്കുന്ന PR നടരാജനും മധുരയിൽ മത്സരിക്കുന്ന തോളർ സു വെങ്കടേഷും അവരെ ഒന്നും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിലെ 20 സീറ്റിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്ന, 543 സീറ്റുകളിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ആശങ്കയിലാണ്, ഉത്കണ്ഠയിലാണ് എന്നുള്ള ഒരു പ്രചരണം എന്നൊക്കെ പറയുന്നത് അത് നമുക്കൊരു പ്രചരണത്തിന് വേണ്ടി നടത്താവുന്ന ഒരു പ്രചരണം മാത്രമാണ്. പിന്നെ കേരളത്തിലെ MP-മാരുടെ പെർഫോമൻസ്, കേരളത്തിലെ MP-മാരിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള ആള് ശ്രീ NK പ്രേമചന്ദ്രനാണ്, എല്ലാവർക്കും അറിയാവുന്ന. പാർലമെന്റിൽ തിരുവനന്തപുരത്തെ MP ഡോക്ടർ ശശി തരൂരിന്റെ പ്രസംഗങ്ങളും പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഡിബേറ്റുകളും ഒക്കെ അത് ലോകോത്തരം എന്നേ അതിന് പറയാനായിട്ട് പറ്റുള്ളൂ. പാർലമെന്റിലെ ഞങ്ങളുടെ പാർലമെന്ററി ഡെപ്യൂട്ടി പാർലമെന്ററി ലീഡറാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഈ ഗവൺമെന്റിന്റെ, അതായത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച ആ വർഗീയമായ നയങ്ങൾക്കെതിരെ പാർലമെന്റിൽ ഞങ്ങളുടെ ശക്തിക്കനുസരിച്ച് ഞങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾ ജനങ്ങൾ സംതൃപ്തരാണ്. ആ ജനങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ MP-മാരെ വിലയിരുത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഞങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്, നിലവിലെ ഞങ്ങളുടെ പാർലമെന്റിൽ ഉള്ള 15 MP-മാരും അവർ മത്സരിക്കട്ടെ. ഞങ്ങൾ ആലപ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല, ചെറിയ മാർജിൽ 9000 വോട്ടിന്റെ മാർജിനിൽ തോറ്റ ഒരു സീറ്റുണ്ട്. ആ സീറ്റിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഞങ്ങളൊരു ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ 15 + 16 ഘടകകക്ഷികൾ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. RSPയുടെ സീറ്റ് കൊല്ലത്ത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. കേരള കോൺഗ്രസ് BJ ജോസഫ് വിഭാഗം, ഇപ്പം അതിനങ്ങനെയല്ല, കേരള കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞത്, അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു അനൗപചാരികമായ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ചിലപ്പോൾ ഈ പറയുന്ന 15 പേരിൽ പകുതി പേർക്ക് പോലും വിജയ സാധ്യത ഇല്ല എന്നുമാണല്ലോ കനകോലു റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നത്. കനകോലു അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്താൻ K. സുധാകരനും VD സതീശനും ഒക്കെ ദില്ലിക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അത് പിന്നെ എന്തിനാണ്? അത്ര ബുദ്ധിമുട്ടില്ല. കൃത്യമായ ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ? എന്നെ ഒന്ന് പറയാൻ അനുവദിച്ചേ നീലിമ. ഞാൻ KPCCയുടെ മീഡിയ വക്താവായിട്ട് ചർച്ചയിൽ വരുന്നയാളാണ്. ഞാൻ KPCCയുടെ നേതാക്കന്മാരുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന, അങ്ങനെ കനകേലുവിൻ്റെ ഒരു റിപ്പോർട്ട് ഉള്ളതായിട്ടോ ആ റിപ്പോർട്ടിൽ ആരുടെയെങ്കിലും പെർഫോമൻസ് മോശമായിട്ടുള്ളതായിട്ടോ എൻ്റെ അറിവിലില്ല. ഒരുപക്ഷെ എൻ്റെ ചിലപ്പോൾ ഉള്ള പരിമിതമായ അറിവ് കൊണ്ടായിരിക്കാം. എന്നേക്കാൾ കൂടി അറിവ് ഈ കാര്യത്തിൽ ഷിജു ഖാന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത്, പക്ഷെ എൻ്റെ അറിവിലില്ല അങ്ങനെ കനകേലുവിൻ്റെ ഒരു റിപ്പോർട്ടിൽ ആരെങ്കിലും മോശക്കാരാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുള്ളതായിട്ടോ, അങ്ങനെ കുറവുള്ളതായിരുന്നുവെങ്കിൽ KPCCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യ സമിതിയും ചേർന്ന് ഐകകണ്ഠേനയാണ് ഈ 15 സ്ഥാനാർത്ഥികളും, നിലവിലെ സിറ്റിംഗ് MP-മാർ എല്ലാവരും തുടരട്ടെ. അവരുടെ പെർഫോമൻസ് ആദ്യഘട്ടത്തിൽ അങ്ങേക്ക് പറയാനുള്ളത് ഇതാണ്, അതായത് സിറ്റിംഗ് MP-മാരെല്ലാം മത്സരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം അഡ്വക്കേറ്റ് സേനാപതി വേണു പുലർത്തുകയാണ്.